ഓണം സീനാക്കാം സീനത്തിനൊപ്പം. കോട്ടക്കൽ ഗവൺമെന്റ് LP സ്കൂളിന് കെട്ടിട നിർമ്മാണത്തിന് 1 കോടി രൂപ അനുവദിച്ചതായി ആബിദ് ഹുസൈൻ തങ്ങൾ MLA. കോട്ടക്കൽ ഗവൺമെന്റ് LP സ്കൂളിന് 2025-26 പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അനുവദിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞ കാലങ്ങളിലായി നൽകി വരുന്ന എസ്റ്റിമേറ്റും പ്ലാനും ഉപയോഗപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗീകരിച്ച് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫണ്ട് ലഭ്യമായിട്ടുള്ളത്. കോട്ടക്കൽ ആര്യവൈദ്യശാല ഈ സ്കൂളിന് സൗകര്യപ്രദമായ കെട്ടിടം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയും സ്ഥലം കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയും നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിലും അത് എല്ലാ കടലാസുകളും ശരിയാക്കി എഗ്രിമെൻ്റ് വെക്കുന്ന സമയത്ത് 2 കൂട്ടരോടും എഗ്രിമെൻ്റ് വെക്കാനുള്ള നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സന്ദർഭത്തിലാണ് സാങ്കേതികമായ ചില കാരണങ്ങളാൽ അത് നടക്കാതെ പോയത്. അതുകൊണ്ടാണ് ഈ തൊട്ടടുത്ത കാലത്ത് അതിന് ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും അത് ഇപ്പോൾ അനുവദിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് ഒക്കെ അതിനേറെ സഹായകരമായ നിലപാടുകളാണ് സ്വീകരിച്ചത്. വളരെ സന്തോഷമുണ്ട്. കോട്ടക്കൽ LP സ്കൂളിന്, ഗവൺമെൻറ് LP സ്കൂളിന് ഈ കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 കോടി രൂപ അനുവദിച്ചതിൽ ഏറ്റവും എളുപ്പം അത് പൂർത്തീകരിച്ച് പ്രിയപ്പെട്ട മക്കൾക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കും. അതിനാവശ്യമായ നടപടികൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തും എന്നുകൂടി ഇതിലൂടെ അറിയിക്കുകയാണ്. MLA നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം തയ്യാറാക്കിയ എസ്റ്റിമേറ്റും പ്രൊജക്ട് റിപ്പോർട്ടും വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ലഭിക്കുന്നതിനായി സർക്കാരിലേക്ക് നേരത്തെ സമർപ്പിച്ചിരുന്നു. ഇതുപ്രകാരം പ്രസ്തുത പ്രൊപ്പോസൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗീകരിക്കുകയും പ്രസ്തുത എസ്റ്റിമേറ്റും പ്രൊജക്ട് റിപ്പോർട്ടും വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിച്ച് സർക്കാരിലേക്ക് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിന് ഭരണാനുമതി ലഭിച്ചത്. സ്കൂളിന് സൗകര്യപ്രദമായ സ്ഥലം നൽകി മികച്ച ഭൗതിക സൗകര്യത്തോടെ കെട്ടിടം നിർമ്മിച്ചു നൽകുന്നതിന് കോട്ടക്കൽ ആര്യവൈദ്യശാല തയ്യാറായിരുന്നു. ഗവൺമെന്റ് LP സ്കൂളിന്റെ ഭൂമിയും കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഭൂമിയും പരസ്പരം കൈമാറുന്നതിന് സർക്കാർ ഉത്തരവായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ നിരവധി ഇടപെടലുകളും ആബിദ് ഹുസൈൻ തങ്ങൾ MLAയും നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷയും നടത്തിയിരുന്നു. ഇതിന്റെ തുടർ നടപടികൾക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം വൈകുകയും ചെയ്തു. തുടർന്ന് സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ലഭിക്കുന്നതിനായി എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകി തുടർ നടപടികൾ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫണ്ട് അനുവദിച്ചതെന്ന് MLA പറഞ്ഞു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976. ഈ ഓണം സീനാക്കാം സീനത്തിനൊപ്പം.